വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആവും ഞങ്ങളെ ജപ്പാൻ ഹിസ്റ്ററി ആൻഡ് ദ പ്രസന്റ്. ജപ്പാൻ ചരിത്രവും വർത്തമാനവും നമ്മൾ അതിൻ്റെ ഒരു പാർട്ട് ഇട്ടതാണ്. ഒരു 10 ക്വസ്റ്റ്യൻസോളം നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഒന്ന് കയറി കാണണേ കുഞ്ഞുങ്ങളെ കേട്ടോ. അത് കണ്ടിട്ടേ ഇത് കാണോ, കാരണം നമ്മൾ ആ ടെസ്റ്റ് വായിച്ച് കേട്ടോ. ടെസ്റ്റ് വായിച്ച് അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് അത് നിങ്ങൾ കയറി കാണണം കേട്ടോ. ഇനി നമ്മൾ അവിടെ ഇവിടെ പേജ് നമ്പർ 168 മുതലാണ് നമ്മളിനിയും വായിച്ച് പഠിക്കാനുള്ളത്. അപ്പം തന്ന നോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് ഓടിച്ചിട്ട് പറയാം. ജപ്പാനിലെ പ്രധാനപ്പെട്ട ദ്വീപുകൾ ഏതൊക്കെയാണ് കേട്ടോ. മെയിൻ ഐലൻഡുകൾ പേര് താണ്ടോ കൊടുത്തിട്ടുണ്ട്. ഹൊക്കൈഡോ, പേരൊക്കെ വെറൈറ്റി പേരുകളാണ് കേട്ടോ. ഹൊക്കൈഡോ, അതുപോലെ തന്നെ ഹോൺഷു, ഷിക്കോഗു, ക്യൂഷു കേട്ടോ. ക്യൂ എന്നുണ്ട് കേട്ടോ. ക്യൂഷു സ്പെല്ലിംഗ് ഒക്കെ വെറൈറ്റി പേരുകളാണ്, ഒന്ന് പഠിച്ചോണേ. ദ ലോങ്സ്റ്റ് റിവർ ഇൻ ജപ്പാൻ, ഇമ്പോർട്ടൻ്റ് ആട്ടോ. PSCക്ക് നിങ്ങളുടെ USSന്റെ ഒക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ജപ്പാനിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? നോക്കിയേ, ഷിനാനോ നദി പേര് കണ്ടോ. അടുത്ത നെയ്ബറിങ് കൺട്രീസ് ഓഫ് ജപ്പാൻ, നമ്മൾ പഠിക്കുന്നത് ജപ്പാനെ കുറിച്ചാണ്. ജപ്പാനിലെ ഐലൻഡുകൾ ഏതൊക്കെയാണ്, ജപ്പാനിലെ നീളം കൂടിയ നദി ഏതാണ്, ജപ്പാന്റെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്. ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ജപ്പാന്റെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യ, ഉത്തര കൊറിയ, പിന്നെ ദക്ഷിണ കൊറിയ, ചൈന, ഇതെല്ലാം എന്താണ്? ജപ്പാന്റെ നെയ്ബറിങ് കൺട്രിയാണ് കേട്ടോ, അയൽ രാജ്യങ്ങളാണ്. ഇനി വാട്ട് വാസ് ദ ടൈപ്പ് ഓഫ് ബോംബ് ഡ്രോപ്പ്ഡ് ഓൺ ഹിരോഷിമ ആൻഡ് നാഗസാക്കി? ഹിരോഷിമയിലും നാഗസാക്കിയിലും വർഷിച്ചത് ഏത് തരം ബോംബായിരുന്നു? ആറ്റം ബോംബാണ് കേട്ടോ. അണുബോംബ്, ആറ്റം ബോംബുകളായിരുന്നു നിക്ഷേപിച്ചത് കേട്ടോ. വാട്ട് ബ്ലഡ് ഡിസീസ് അഫ്ലിക്റ്റഡ് സഡാക്കോ സസാക്കി? ഇതിലൊരു കഥാപാത്രത്തിൻ്റെ പേരാണ് സഡാക്കോ സസാക്കി എന്ന് പറയുന്നത് അല്ലേ. ആ കുട്ടിക്ക് ഒരു രക്താർബുദം കേട്ടോ, രക്തത്തിലുണ്ടാകുന്ന ബ്ലഡ് ഡിസീസ്, ഒരു അർബുദം ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ലുക്കീമിയ എന്നാണ്. എന്താണ്? ലുക്കീമിയക്ക് ക്യുക്യൂമിയ എന്ന് എഴുതിയേക്കുന്നത് അല്ലേ. എല്ലാം കേട്ടോ. കില്ലിന് വരെ അവിടെ ക്യൂ ഉണ്ട്. ആദ്യത്തെ ഞാൻ ലിങ്കിലും അങ്ങനെ ആയിരിക്കും അല്ലേ. എല്ലാം കേട്ടോ. ലുക്കീമിയ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. ഓക്കെ ആണല്ലോ. അത്രയായിരുന്നു. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? ജപ്പാന്റെ ചരിത്രത്തെക്കുറിച്ചാണ്. ജപ്പാന്റെ ചരിത്രം 1ാമത്തെ പാർട്ട് കണ്ടവർ ഇതെല്ലാം എഴുതിയെടുത്ത് കാണും. കാണാത്തവരുണ്ടെങ്കിൽ അങ്ങ് എഴുതണേ കേട്ടോ. ദ ഹിസ്റ്ററി ഓഫ് ജപ്പാൻ. ദ ചൈനീസ് റൈറ്റിംഗ് സിസ്റ്റം, ഫിലോസഫി ആൻഡ് ലിറ്ററേച്ചർ റീച്ച്ഡ് ജപ്പാൻ ത്രൂ കൊറിയ. ചൈനീസ് എഴുത്ത് സമ്പ്രദായം, തത്വശാസ്ത്രം, സാഹിത്യം എന്നിവ കൊറിയ വഴിയാണ് ജപ്പാനിൽ എത്തിയത്. നമ്മളിപ്പോൾ ഓരോന്നൊക്കെ പഠിക്കുന്നില്ലേ. ചൈനീസിലെ എഴുത്ത് സമ്പ്രദായം കേട്ടോ, അതുപോലെ തന്നെ തത്വശാസ്ത്രം, സാഹിത്യം, ലിറ്ററേച്ചർ, ഇവയെല്ലാം കൊറിയ വഴിയാണ് ജപ്പാനിൽ എത്തിയത്. ജപ്പാനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി ആ പേര് നോക്കണേ. കൊജീക്കി റിട്ടൺ ഇൻ ദ 8th century CE ഈസ് എ വർക്ക് ദാറ്റ് ഡിസ്ക്രൈബ് ദ ട്രഡീഷണൽ ഹിസ്റ്ററി ഓഫ് ജപ്പാൻ. ക്രിസ്തുവർഷം 8ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട കൊജീക്കിയാണ് ജപ്പാന്റെ പരമ്പരാഗത ചരിത്രം വിവരിക്കുന്ന ഗ്രന്ഥം. ക്രിസ്തുവർഷം 8ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട കൊജീക്കിയാണ് ജപ്പാന്റെ പരമ്പരാഗത ചരിത്രം വിവരിക്കുന്ന ഗ്രന്ഥം. By the 10th century CE, developed a new scripts for the Japanese language by simplifying the Chinese writing style. ക്രിസ്തുവർഷം 10ാം നൂറ്റാണ്ടോടെ ചൈനീസ് എഴുത്തുരീതി ലളിതമാക്കി ജാപ്പനീസ് ഭാഷയ്ക്കായിട്ട് പുതിയൊരു ലിപി വികസിപ്പിച്ചു. ഇതെന്തോ ഇങ്ങനെ എഴുതിയേക്കുന്ന, നമ്പരും ഇല്ല, ക്വസ്റ്റ്യനും ഇല്ല എന്നൊക്കെ തോന്നില്ലേ നിങ്ങളെ. ഇതെല്ലാം നമ്മൾ ചൈനയായിട്ട് ബന്ധപ്പെട്ട ജപ്പാന്റെ ഒരു ചരിത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ചൈനീസ് എഴുത്ത് സമ്പ്രദായവും തത്വശാസ്ത്രവും സാഹിത്യവും ഒക്കെ കൊറിയ വഴി നമ്മുടെ ജപ്പാനിൽ വന്നു. 8ാം നൂറ്റാണ്ടോടെ കൊജീക്കിയാണ് ജപ്പാന്റെ പരമ്പരാഗത ചരിത്രം വിവരിക്കുന്ന ഒരു ഗ്രന്ഥം. അത് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. പരമ്പരാഗത ചരിത്രം വിവരിക്കുന്ന ഗ്രന്ഥം ഏതാണ്? കൊജീക്കി. മനസ്സിലായോ? അങ്ങനെയുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻ എല്ലാം ഇതിനകത്ത് ഉണ്ട്. 10ാം നൂറ്റാണ്ടോടെ ചൈനീസിൽ എഴുത്ത് രീതി അങ്ങ് ലളിതമാക്കി. എന്നിട്ട് ജാപ്പനീസ് ഭാഷയ്ക്കായിട്ട് പുതിയൊരു ലിപി വികസിപ്പിച്ചു. ഷിൻഡോയിസമാണ് ജപ്പാനിലെ പരമ്പരാഗത മതവിശ്വാസം. അതും ചോദിക്കും കേട്ടോ. ട്രഡീഷണൽ റിലീജിയസ് ബിലീഫ് ഇൻ ജപ്പാൻ ഏതാന്ന്. അതിനായിട്ടാണ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാം റൗണ്ട് ഇട്ട് തന്നതിൻ്റെ അർത്ഥം എന്താണ്? അതൊക്കെ 1 വേർഡിൻ്റെയാണ് കേട്ടോ. ഷിൻഡോയിസം ഈസ് ദ ട്രഡീഷണൽ റിലീജിയൻ ബിലീഫ് ഇൻ ജപ്പാൻ കേട്ടോ. അടുത്ത ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എമംഗ് ദം വാസ് ദ സൺ ഗുഡസ് അല്ലേ.
ഗോഡാണ് അല്ലെ, ഗോഡസ് ഏതാന്ന് നോക്കിയേ. അവരുടെ ദേവതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂര്യദേവതയായ ആ പേര് നോക്കിയോ നിങ്ങളെ, അമതരേസു AMATA അമതരേസു ആയിരുന്നു. കണ്ടോ, അതൊക്കെ വൺ വേർഡാണ്. പിന്നെ റൈസ് വാസ് ദ സ്റ്റാപ്പിൾ ഫുഡ് ഇൻ ജപ്പാൻ. ദിസ് കുക്ക്ഡ് ഫുഡ് വാസ് കാൾഡ് നോക്കിയേ ഗൊഹാന്. എന്താണ്, ആരായിരുന്നു ജപ്പാനിലെ പ്രധാന ഭക്ഷണം? ആരായിരുന്നു എന്നല്ല, അരിയായിരുന്നു. എന്താ അരിയായിരുന്നു ജപ്പാനിലെ പ്രധാന ഭക്ഷണം. ഇത് പാകം ചെയ്ത ഭക്ഷണത്തെ ഗൊഹാൻ എന്ന് വിളിച്ചിരുന്നു. നമ്മൾ എന്താ പറയുന്നത്, ചോറ് കഴിച്ചു അല്ലേ. അരി അടപ്പയിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ നിങ്ങളെ പറയുന്നത്, ചോറ് അല്ലേ, ചോറ് എന്നല്ലേ പറയുന്നത്. അപ്പൊ അവരെന്താ പറയുന്നത് നോക്കിയേ, അവരുടെ ജപ്പാനിലെ പ്രധാന ഭക്ഷണവും നമ്മുടെ കൂട്ടുകാരനെ ചോറാ അല്ലേ, അരിയാണ്. പക്ഷെ അവർ പറയുന്നത് എന്താണ്, ഇത് വേവുന്ന ചെയ്ത ഭക്ഷണത്തെ ഗൊഹൻ എന്നാണ്, ഗൊഹൻ എന്നാണ് വിളിച്ചിരുന്നത്. പിന്നെ നോക്കിയേ, സുഷി. ഈ പേരൊക്കെ നോക്കിക്കോണം, എല്ലാം വെറൈറ്റി പേരുകളാട്ടോ. എ ജാപ്പനീസ് ഡിഷ് മെയ്ഡ് ഓഫ് റോ ഫിഷ് ഇൻ നൗ പോപ്പുലർ ആൾ ഓവർ ദ വേൾഡ്. മത്സ്യം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു ജാപ്പനീസ് വിഭവത്തിന്റെ പേരാണ് സുഷി കേട്ടോ. ഇന്നത് ലോകമെമ്പാടും പ്രശസ്തമാണ് സുഷി എന്ന് പറയുന്നത്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മത്സ്യം ഉപയോഗിച്ചുണ്ടാക്കുന്ന ജാപ്പനീസ് വിഭവത്തിന്റെ പേര് സുഷി. വൺ വേർഡായിട്ട് ഈ 7 എണ്ണവും അങ്ങ് പഠിച്ചോണം കേട്ടോ, 7 ക്വസ്റ്റ്യന്. അതുപോലെ തന്നെ അവരുടെ വസ്ത്രം അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആവും നിങ്ങൾ. ദ കിമോണോ ഈസ് എ ട്രഡീഷണൽ ഡ്രസ് ഓഫ് ജപ്പാൻ. കിമോണോ ആണ് ജപ്പാന്റെ പരമ്പരാഗത വേഷം. കിമോണോ ആണ് ജപ്പാന്റെ പരമ്പരാഗത വേഷം. ഇനി നോക്കിയേ, അതിനകത്തിലൊരു വർക്ക്ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ജപ്പാന്റെ ലിറ്ററേച്ചർ, കൊജീക്കി, അവരുടെ ഷിൻഡോയിസം, ട്രഡീഷണൽ റിലീജിയസ് ബിലീഫാണ് ഷിൻഡോയിസം. ഇനി സുഷി എന്ന് പറയുന്നത് ഫുഡ് ഏതാന്ന് ചോദിച്ചാൽ സുഷി. ക്ലോത്തിങ്, വസ്ത്രം എന്ന് വെച്ചാൽ കിമോണോ. ഈ 4 എണ്ണം ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ സാഹിത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊജീക്കിയായിരുന്നു. അവരുടെ പരമ്പരാഗത മതവിശ്വാസം എന്ന് വെച്ചാൽ ഷിൻഡോയിസമാണ്. അവരുടെ ഫുഡ് ഏതാന്ന് ചോദിച്ചാൽ റൈസാണ് കേട്ടോ, റൈസാണ്. ഈ റൈസ് അരി വെന്ത് കഴിഞ്ഞിട്ട് അവർ പറയുന്നത് എന്താണ്, അരി വേവുന്നതിനെ എന്തായിരുന്നു പറയുന്നത്, ഗൊഹാൻ അല്ലേ. ഇനി മത്സ്യം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു ജാപ്പനീസ് വിഭവമാണ് സുഷി കേട്ടോ. അവരുടെ ക്ലോത്തിങ് ഏതാണ്, കിമോണോ കേട്ടോ. ഓക്കെ ആണല്ലോ. ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞത്. ഇനി നമ്മൾ പഠിക്കുന്നത് ഷോഗൻ ഭരണത്തെക്കുറിച്ചാണ് കേട്ടോ. എന്തുവാ, ഷോഗൻ ഭരണം. ഞാൻ ഇതിനകത്തിൽ 3-4 സെൻറ്റൻസ് എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങളെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പഠിക്കാൻ കപ്പാസിറ്റി എത്ര ഉണ്ടോ അതിൻ്റെ അനുസരിച്ച് പഠിക്കുക. ഞാനിപ്പോൾ ഈ 4 സെൻറ്റൻസ് എന്നു വിചാരിച്ചാൽ 4 എണ്ണവും നിങ്ങൾ പഠിക്കണമെന്നൊന്നുമില്ല. അവനവൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഷോഗൻ റൂളിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഷോഗൻ ഭരണം നമ്മൾ ടെസ്റ്റിനകത്തിൽ ആ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടേ ഷോഗൻ റൂൾ കണ്ടോ. അപ്പം അതാണ് നമ്മൾ പറയുന്നത്. നോക്കിയേ, ബൈ ദ 12th century the administration of the country passed from the emperors to the hands of military leaders known as shoguns. By the 12th century, the administration of the country passed from the emperors to the hands of military leaders known as shoguns. ക്രിസ്തുവർഷം 12-ാം നൂറ്റാണ്ടോടെ രാജ്യത്തിൻ്റെ ഭരണം ചക്രവർത്തിമാരിൽ നിന്നും ഷോഗൻ എന്നറിയപ്പെട്ടിരുന്ന സൈനിക നേതാക്കളുടെ കൈകളിലേക്ക് മാറി. ക്രിസ്തുവർഷം 12-ാം നൂറ്റാണ്ടോടെ രാജ്യത്തിൻ്റെ ഭരണം ചക്രവർത്തിമാരിൽ നിന്നും ഷോഗൻ എന്നറിയപ്പെട്ടിരുന്ന സൈനിക നേതാക്കളുടെ കൈയിലേക്ക് അതങ്ങ് മാറി. നിങ്ങളെ കൊണ്ട് ഒക്കാവുന്ന സെൻറ്റൻസ് പഠിക്കുക. 2, ഡ്യൂറിങ് ദീസ് അഡ്മിനിസ്ട്രേഷൻ Japan was divided into over 250 domains. Their control was placed under the rule of lords called എന്താ ആ പേര് നോക്കണേ, ഡെയ്മിയോ. ആ പേരൊക്കെ എന്ന് നോക്കണേ നിങ്ങളെ. ഈ ഭരണകാലത്ത് ജപ്പാനെ 250-ൽ അധികം വരുന്ന പ്രദേശങ്ങളായിട്ട് വിഭജിച്ചിരുന്നു. പിന്നെ ഈ പ്രദേശങ്ങളുടെ നിയന്ത്രണം ഡെയ്മിയോ എന്നറിയപ്പെട്ടിരുന്ന പ്രഭുക്കളുടെ ഭരണത്തിന് കീഴിലായിരുന്നു. ഈ പ്രദേശങ്ങളുടെ നിയന്ത്രണം ഡെയ്മിയോ എന്നറിയപ്പെട്ടിരുന്ന പ്രഭുക്കരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. പിന്നെ സാമുറായികൾ, ഇനി അവരെക്കുറിച്ചൊക്കെ അറിയണേ കുഞ്ഞുങ്ങളെ. ദ സാമുറായിസ് വേർ എ ക്ലാസ് ഓഫ് വാരിയേഴ്സ് ഹു ഹാഡ് ഇൻഫ്ലുവൻസ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ. ഭരണത്തിൽ സ്വാധീനമുണ്ടായിരുന്ന ഒരു പോരാളി വിഭാഗമായിരുന്നു സാമുറായികൾ.
ഭരണത്തിൽ സ്വാധീനമുണ്ടായിരുന്ന ഒരു പോരാളി വിഭാഗമായിരുന്നു സാമുറായികൾ. കേട്ടോ, ആരാ സാമുറായി എന്നൊക്കെ ഓർത്തോണേ. ദ ഷോഗൺ റൂൾസ് കെയിം ടു ആൻ എൻഡ് ഇൻ ജാപ്പൻ വിത്ത് ദ, ആ പേര് നോക്കണേ, മെയ്ജി. കേട്ടോ, മെയ്ജി റീസ്റ്റോറേഷൻ ഇൻ ദ 9th century. 19ാം നൂറ്റാണ്ടിലെ മെയ്ജി പുനഃസ്ഥാപനത്തോടെ, മൈജി അല്ല കേട്ടോ, ഇപ്പോഴത്തെ മൈജിയും ഓക്സിജനും ഒന്നും അല്ല കേട്ടോ, 19ാം നൂറ്റാണ്ടിലെ മെയ്ജി പുനഃസ്ഥാപനത്തോടെ ജപ്പാനിലെ ഷോഗൺ ഭരണം അവസാനിപ്പിച്ചു. ഈ മെയ്ജിയെ കുറിച്ച് താണ്ടെ ഡെയ്മിയോയെ കുറിച്ചാണ് താഴെ ഒരു നീല ബോക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വല്ലോ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ ഇത്? അതായത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇപ്പം ഷോഗൺ റൂളിനെ കുറിച്ചാണ് നമ്മൾ, ഷോഗൺ ഭരണത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതിനകത്തിൽ നിങ്ങൾക്ക് എത്രയും പഠിക്കാൻ പറ്റുമോ അത് അത്രയും പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് 12ാം നൂറ്റാണ്ടിൽ രാജ്യത്തിൻ്റെ ഭരണം ചക്രവർത്തിമാരിൽ നിന്നും ഈ ഷോഗൺ എന്നറിയപ്പെട്ടിരുന്ന ഒരു സൈനിക നേതാക്കളുടെ, ഷോഗൺ എന്ന് വെച്ചാൽ സൈനിക നേതാക്കളാണ് കേട്ടോ, അവരുടെ കയ്യിലോട്ട് അങ്ങ് മാറി. അപ്പോൾ ഇവരുടെ ഭരണകാലത്ത് ജപ്പാനെ 250-ലധികം വരുന്ന പ്രദേശങ്ങളായിട്ട് അവരങ്ങ് വിഭജിച്ചു. മനസ്സിലായോ? 250-ലധികം വരുന്ന പ്രദേശങ്ങളായിട്ട് അങ്ങ് വിഭജിച്ചു. ഈ പ്രദേശങ്ങളുടെ നിയന്ത്രണം ഡെയ്മിയോ എന്നറിയപ്പെട്ടിരുന്ന പ്രഭുക്കരുടെ ഭരണത്തിന് കീഴിലായി. ഇവരെയൊക്കെ ഭരിക്കുന്ന ആരാണ്? ഡെയ്മിയോ എന്ന് പറയുന്ന ആൾക്കാരുടെ ഭരണത്തിലായി. എന്നിട്ടോ ഈ ഭരണത്തിൽ സ്വാധീനമുണ്ടായിരുന്ന ഒരു പോരാളി വിഭാഗമായിരുന്നു സാമുറായികൾ എന്ന് പറയുന്നത്. ഇവരെ ഭരിച്ചിരുന്ന ഡെയ്മിയോ അല്ലേ, അവരുടെ പ്രഭുക്കന്മാരുടെ ഭരണത്തിൻ കീഴിലായിരുന്നെങ്കിലും ഈ ഭരണത്തിൽ സ്വാധീനം എല്ലാത്തിലും ഉണ്ടല്ലോ സ്വാധീനിക്കാൻ ആൾക്കാർ അല്ലേ, അതിൽ സ്വാധീനമുണ്ടായിരുന്ന ഒരു പോരാളി വിഭാഗമായിരുന്നു സാമുറായികൾ കേട്ടോ. അതിനുശേഷം 19ാം നൂറ്റാണ്ടിൽ മെയ്ജി പുനഃസ്ഥാപനത്തോടെ ജപ്പാനിൽ ഷോഗൺ ഭരണം അങ്ങ് അവസാനിപ്പിക്കുകയും ചെയ്തു. അവരുടെ ഭരണം കഴിഞ്ഞു. മനസ്സിലായോ? അത്രയേ ഉള്ളൂ കേട്ടോ. അത് മനസ്സിലാക്കി തന്നെ പഠിക്കണം. അടുത്തത് എന്താണ് ഈ മെയ്ജി പുനഃസ്ഥാപനം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ പറഞ്ഞു മെയ്ജി വന്നതോടുകൂടി എന്താ ജപ്പാനിൽ ഷോഗൺ ഭരണം അങ്ങ് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു. എന്തുവാണ് ഈ മെയ്ജി പുനഃസ്ഥാപനം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസ്റ്റോറേഷൻ എന്ന് വെച്ചാൽ പുനഃസ്ഥാപിക്കുകയാണ് കേട്ടോ. ജപ്പാൻ വാസ് ആൻ ഏഷ്യൻ കൺട്രി ദാറ്റ് എസ്കേപ്ഡ് ഫ്രം ദ ഫോറിൻ ഡൊമിനേഷൻസ്. വിദേശാധിപത്യത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരു ഏഷ്യൻ രാജ്യമായിരുന്നു ജപ്പാൻ. വിദേശാധിപത്യത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരു ഏഷ്യൻ രാജ്യമായിരുന്നു ജപ്പാൻ. ദ അറൈവൽ ഓഫ് കമോഡോർ എന്നാട്ടോ ആ പേര് നോക്കണേ നിങ്ങളെ. എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ മലയാളം കിടപ്പുണ്ട് കേട്ടോ. ഈ പേരൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമെന്നറിയാം, എന്നാലും താണ്ടെ കമോഡോർ മാത്യാപെറി, ഇങ്ങനെ തന്നെ വായിക്കണേ കേട്ടോ, അക്ഷരങ്ങളൊന്നും മാറിപ്പോവല്ലേ. ദ അറൈവൽ ഓഫ് കമോഡോർ മാത്യാപെറി ഇൻ ജപ്പാൻ in 1853 changed the political history of Japan. 1853 കമോഡോർ മാതൃപെറി ജപ്പാനിൽ എത്തിയതോടെ ജപ്പാന്റെ രാഷ്ട്രീയ ചരിത്രമൊക്കെ അങ്ങ് മാറി മറിഞ്ഞു കേട്ടോ. എന്താ നിങ്ങളെ 1851 നമ്മൾ മുമ്പ് പറഞ്ഞു ഈ 19ാം നൂറ്റാണ്ടിൽ മെയ്ജി പുനഃസ്ഥാപനത്തോടെ ജപ്പാനിലെ ഷോഗൺ ഭരണം അവസാനിപ്പിച്ചു. മെയ്ജി വന്നപ്പോൾ ഷോഗൺ അങ്ങ് അവസാനിപ്പിച്ചു. ഈ മെയ്ജിയിൽ 1853 കമോഡോർ മാത്യുപെറി ജപ്പാനിലെത്തിയതോടെ ജപ്പാന്റെ രാഷ്ട്രീയ ചരിത്രമൊക്കെ അങ്ങ് മാറി മറഞ്ഞു എന്നാണ് പറഞ്ഞത് കേട്ടോ. അടുത്തത് അതിനുശേഷം ദ ഷോഗൺസ് വെയർ ഫോഴ്സിബിലി കേട്ടോ, അതാ ചുമന്ന ക്രയോൺ വെച്ചിട്ട് അപ്പുറത്ത് വരച്ചുകൊണ്ട് ഒരു ഇതുണ്ട്. ഫോഴ്സിബിലി റിമൂവ്ഡ് ഫ്രം പവർ ഇൻ എ മൂവ്മെന്റ് ഇൻ 1868 ആൻഡ് ദ എംപറർ റിട്ടേൺഡ് ടു പവർ ആസ് ദ സുപ്രീം അതോറിറ്റി. ഇപ്പം ഇത് കേൾക്കുന്ന രക്ഷകർത്താക്കളായാലും അല്ലേ കുട്ടികളായാലും ഇതൊക്കെ ഞങ്ങൾ എഴുതണോ, ഇതൊക്കെ ഞങ്ങൾ പഠിക്കണോ എന്നുള്ള ഒരു ഇതൊക്കെ വരും ഇല്ലേ. നിങ്ങളെ കൊണ്ടൊക്കാവുന്ന പഠിക്കും നിങ്ങൾ കേട്ടോ. 1-2 സെൻറ്റൻസ് ഇംഗ്ലീഷ്, ഇതിപ്പോൾ ഇത്രയും കരുതുന്നത് മലയാളം ഇംഗ്ലീഷും കൂടെ ആയതുകൊണ്ടാണ് കേട്ടോ. അവനവൻ്റെ അങ്ങ് എഴുതി എടുത്താൽ അത്രയും വരത്തില്ല. മനസ്സിലായോ? ഇംഗ്ലീഷ് മീഡിയക്കാരെയും മലയാളം മീഡിയക്കാരെയും കൂടെ ഒരുമിച്ച് എഴുതിയത് കൊണ്ടാണ്. ഇപ്പം നോക്കിയാൽ ഇതിൻ്റെ അർത്ഥമാണ് ഈ കിടക്കുന്നത്. അപ്പം മലയാളം മീഡിയക്കാർക്ക് ഇത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങ് പഠിക്കുക കേട്ടോ. 1868 ഒരു പ്രക്ഷോഭണത്തിലൂടെ ഈ ഷോഗന്മാരെ ബലം പ്രയോഗിച്ച് അധികാരത്തിൽ നിന്നും നീക്കം ചെയ്യുകയും ചക്രവർത്തി പരമോന്നത അധികാരിയായിട്ട് വീണ്ടും അധികാരത്തിൽ വരികയും ചെയ്തു എന്നാണ് കേട്ടോ. എന്നിട്ടോ ദ സിറ്റി ഓഫ് ഏതോ വാസ് ഡിക്ലെയർഡ് ദ ക്യാപിറ്റൽ. ഇറ്റ് വാസ് ലേറ്റർ റീനെയിംഡ് ടോക്കിയോ. ഏതോ നഗരം തലസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുകയും, ഏതൻസിൻ്റെ ഏതോ നമ്മൾ 1-2 പാഠത്തിലൊക്കെ പഠിച്ചതാട്ടോ. ഏതോ നഗരം തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചു, പിന്നീട് അത് ടോക്കിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു എന്നാണ് കേട്ടോ.
നമ്മളീ പറഞ്ഞത് മെയ്ജി റീസ്റ്റോറേഷനെ കുറിച്ചാണ്, മെയ്ജി പുനഃസ്ഥാപനത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ടെസ്റ്റിൽ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഭരണത്തിലുണ്ടായ, നമ്മൾ ഈ പഠിക്കുന്ന എന്തോത്തിനെ കുറിച്ചാണ് ഓർത്തോണേ, ജപ്പാനെ കുറിച്ചാണ് കേട്ടോ, ജപ്പാനെ കുറിച്ചാണ്. അപ്പം ജപ്പാന്റെ ഭരണത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണ്? ചേഞ്ചസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ. The Meiji government initiated a new policy emphasizing the idea of, ആ പേര് നോക്കണേ കുഞ്ഞുങ്ങളെ, വെറൈറ്റി പേരുകളാണ്. ഹുക്കോഗു നോക്കിക്കേ, ഹുക്കോഗു ക്യോഹി, ഫുക്കോഗു ക്യോഹി സമ്പന്നമായ രാജ്യം, ശക്തമായ സൈന്യം എന്ന ആശയത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പുതിയ നയത്തിന് ഈ മെയ്ജി ഗവൺമെന്റ് തുടക്കം കുറിച്ചു കേട്ടോ. എന്തൊക്കെയാ ആ പേരൊക്കെ നോക്കിക്കോ നിങ്ങളെ. ദ മെയ്ജി ഗവൺമെന്റ് ഇനിഷ്യേറ്റ് ചെയ്തു എ ന്യൂ പോളിസി എംബസൈസിങ് ദ ഐഡിയ ഓഫ് ഫുക്കോഗു ക്യോഹി, റിച്ച് കൺട്രി സ്ട്രോങ് ആർമി. ഫുക്കോഗു ക്യോഹി സമ്പന്നമായ രാജ്യം, ശക്തമായ സൈന്യം എന്ന ആശയത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പുതിയൊരു നയത്തിന് ഈ മെയ്ജി ഗവൺമെന്റ് തുടക്കം കുറിച്ചു. ഭരണത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ചാണ് കേട്ടോ. 2, the army and the officials were brought under the direct control of the emperor. Military service was made compulsory for all young men over the age of 24 a fixed period. സൈന്യത്തെയും ഉദ്യോഗസ്ഥരെയും ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കി. 20 വയസ്സിന് മുകളിലുള്ള എല്ലാ യുവാക്കൾക്കും ഒരു നിശ്ചിത കാലയളവിലേക്ക് സൈനിക സേവനം നിർബന്ധമാക്കി. ഇവർ വന്നതുകൊണ്ട് ഒരുപാട് ഗുണം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ കേട്ടോ. എന്താണ്? ഭരണത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഏതിൻ്റെ? ജപ്പാൻ്റെ ആണേ. ഈ മെയ്ജി അല്ലേ, ഹുക്കോഗു ക്യോഹി സമ്പന്നമായ രാജ്യം, ശക്തമായ സൈന്യം എന്ന ആശയത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് പുതിയ നയത്തിന് ഈ മെയ്ജി ഗവൺമെന്റ് തുടക്കം കുറിച്ചു. എന്നിട്ടോ സൈന്യത്തെയും ഉദ്യോഗസ്ഥരെയും ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കി. എന്നിട്ടോ 20 വയസ്സിന് മുകളിലുള്ള എല്ലാ യുവാക്കൾക്കും ഒരു നിശ്ചിത കാലയളവിലേക്ക് സൈനിക സേവനം നിർബന്ധമാക്കി കേട്ടോ. എന്നിട്ടോ അടുത്തത്, അത് അത്രയും മതി കുഞ്ഞുങ്ങൾ കേട്ടോ. നിങ്ങൾ ആ 2-3 വരി പഠിച്ചാൽ മതി. അടുത്തത് വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെയായിരുന്നു, ഓരോന്നിനെ കുറിച്ചുമാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓരോന്നിനെ കുറിച്ചും അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം, എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കിയേ. 1870 ജപ്പാൻ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചു. എ ചേഞ്ച് ഇൻ ദ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്തെല്ലാമാ നോക്കിയേ. എഡ്യൂക്കേഷൻ വാസ് മെയ്ഡ് കമ്പൾസറി ഫോർ ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ്. നോക്കൂ നിങ്ങളെ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നിർബന്ധമാക്കി കേട്ടോ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നിർബന്ധമാക്കി. എ കരിക്കുലം ബേസ്ഡ് ഓൺ വെസ്റ്റേൺ മോഡൽ വാസ് ഡെവലപ്ഡ്. പാശ്ചാത്യ മാതൃകയിൽ അടിസ്ഥാനമാക്കിയുള്ള പാഠ്യപദ്ധതി രൂപപ്പെടുത്തി. പിന്നെ എംബസിസ് വാസ് ഗിവൻ ടു ലോയൽറ്റി ടു ദ കൺട്രി ആൻഡ് ദ സ്റ്റഡി ഓഫ് ജാപ്പനീസ് ഹിസ്റ്ററി. രാജ്യത്തോടുള്ള കൂറിനും ജാപ്പനീസ് ചരിത്രത്തെക്കുറിച്ചുള്ള പഠനത്തിനും ഊന്നൽ നൽകി. ടെക്സ്റ്റ് ബുക്ക് ഗേവ് മോർ ഇമ്പോർട്ടൻറ്റ് ടു ചിൽഡ്രൻസ് റെസ്പെക്ടിങ് ദെയർ പേരൻസ് ആൻഡ് ബീങ് ലോയൽ ടു ദ കൺട്രി. കുട്ടികളെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതും രാജ്യത്തോട് വിശ്വസ്തതയായിരിക്കുന്നതിനും പാഠപുസ്തകങ്ങൾ പ്രാധാന്യം നൽകി. മനസ്സിലാക്കണേ. 4-4 പോയിന്റ് എഴുതിയുള്ളൂ കുഞ്ഞുങ്ങളെ. എഡ്യൂക്കേഷൻസ് വാസ് മെയ്ഡ് കമ്പൾസറി ഫോർ ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നിർബന്ധിതമാക്കി. അടുത്ത പാശ്ചാത്യ മാതൃകയിൽ അടിസ്ഥാനമാക്കിയുള്ള പാഠ്യപദ്ധതി രൂപപ്പെടുത്തി. എ കരിക്കുലം ബേസ്ഡ് കേട്ടോ, വെസ്റ്റേൺ മോഡേൺ വാസ് ഡെവലപ്ഡ്. പിന്നെ രാജ്യത്തോടുള്ള കൂറിനും ജാപ്പനീസ് ചരിത്രത്തെക്കുറിച്ചുള്ള പഠനത്തിനും ഊന്നൽ നൽകി. പിന്നെ കുട്ടികളെ മാതാപിതാക്കളെയും ബഹുമാനിക്കുന്നതിനും രാജ്യത്തോട് വിശ്വസ്തരായിരിക്കുന്നതിനും പാഠപുസ്തകങ്ങൾ പ്രാധാന്യം നൽകി. പിന്നെ അടുത്ത നമ്മളിനി പഠിക്കുന്നത് സാമ്പത്തിക പുരോഗതിക്കിടയാക്കിയ ഘടകങ്ങൾ. ഓരോന്നിനെ കുറിച്ചുമാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഭരണത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണ്, വിദ്യാഭ്യാസത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണ്, സാമ്പത്തിക പുരോഗതിക്കുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് ജപ്പാനിലെ. നോക്കിയേ, ജാപ്പനീസ് സ്റ്റുഡൻസ് വെയർ സെൻഡ് അബ്രോഡ് ഫോർ എഡ്യൂക്കേഷൻ. ഈ ജപ്പാനിലെ വിദ്യാർത്ഥികളെ വിദേശത്ത് അയച്ച് അവർ പഠിപ്പിച്ചു കേട്ടോ. ജപ്പാനിലെ പിള്ളേരെ എല്ലാം എന്ത് ചെയ്തു, വിദേശത്തേക്ക് പറഞ്ഞയച്ച് പഠിപ്പിച്ചു. വീവിങ് മെഷീൻസ് വെയർ ഇമ്പോർട്ടഡ് ഫ്രം യൂറോപ്പ്. തുണി നെയ്ത്ത് യന്ത്രങ്ങളൊക്കെ യൂറോപ്പിൽ നിന്ന് അവർ ഇറക്കുമതി ചെയ്തു. ഒരുപാട് ഗുണങ്ങൾ പിന്നീടുണ്ടായി കേട്ടോ. തുണി നെയ്ത്ത് യന്ത്രങ്ങളും യൂറോപ്പിൽ നിന്ന് അവർ ഇറക്കുമതി ചെയ്തു. പിന്നെയോ
ഫോറിൻ ടെക്നീഷ്യൻസ് വെയർ അപ്പോയിൻറ്റഡ് ടു ട്രെയിൻ ദെയർ വർക്കേഴ്സ്. തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിന് വിദേശ സാങ്കേതിക വിദഗ്ധരെ നിയോഗിച്ചു. നോക്കണേ, അടുത്തത് ദ ഫസ്റ്റ് റെയിൽവേ ലൈൻ ഇൻ ജപ്പാൻ വാസ് കൺസ്ട്രക്റ്റഡ് ബിറ്റ്വീൻ ടോക്കിയോ ആൻഡ് ദ പോർട്ട് ഓഫ്, ആ പേര് നോക്കിയേ, യോക്കോഹാമ ഇൻ 1872. 1872 ടോക്കിയോയ്ക്കും യോക്കോഹാമ തുറമുഖത്തിനും ഇടയിൽ ജപ്പാനിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ചു. അത് ചിലപ്പോൾ ഒരു മാർക്കിന് ചോദിക്കാം കേട്ടോ. ദ ഫസ്റ്റ് റെയിൽവേ ലൈന് ജപ്പാൻ വാസ് കൺസ്ട്രക്റ്റഡ് എവിടെയാണ്? ടോക്കിയോയ്ക്കും യോക്കോഹാമ തുറമുഖത്തിനും ഇടയിൽ. പരീക്ഷയ്ക്ക് ഒരു മാർക്കിന് ചോദിക്കാം കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ നിങ്ങളെ കേട്ടോ. ഏതാ 1870 മുതൽ 72 വരെ ഇടയിൽ ടോക്കിയോയ്ക്കും യോക്കോഹാമ തുറമുഖത്തിനും ഇടയിലായിട്ട് ജപ്പാനിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ചു കേട്ടോ. ദ ഫസ്റ്റ് വേൾഡ് വാർ എന്നാന്ന് ചോദിച്ചാൽ 1914 മുതൽ 19, സെക്കൻഡ് വേൾഡ് വാർ 39-45. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവും. അടുത്ത കുഞ്ഞുങ്ങളെ നോക്കി, ലാസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ ആണ്, ജപ്പാൻ സാമ്രാജ്യ രൂപീകരണ ശ്രമങ്ങൾ എന്തെല്ലാമാണ്? ജപ്പാന്റെ സാമ്രാജ്യ രൂപീകരണ ശ്രമങ്ങൾ, എഫേർട്ട് ഓഫ് ജപ്പാൻ ടു ബിൽഡ് ആൻ എംപയർ. Japan established a colonial empire by conquering neighboring countries Taiwan and Korea. അയൽ രാജ്യങ്ങളായ തായ്വാൻ കേട്ടോ, TAIWAN, തായ്വാനെയും കൊറിയയെയും കീഴടക്കി ജപ്പാൻ ഒരു കൊളോണിയൽ സാമ്രാജ്യം അങ്ങ് സ്ഥാപിച്ചു. ജപ്പാന്റെ സാമ്രാജ്യ രൂപീകരണ ശ്രമങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യം ഏതാണ്? അയൽ രാജ്യങ്ങളായ തായ്വാനെയും കൊറിയയെയും കീഴടക്കി ജപ്പാൻ ഒരു കൊളോണിയൽ സാമ്രാജ്യം അങ്ങ് സ്ഥാപിച്ചു. ഡ്യൂറിംഗ് ദ സെക്കൻഡ് വേൾഡ് വാർ ജപ്പാൻ അറ്റാക്ക്ഡ് പേൾ ഹാർബർ ഓഫ് ദ USA. 2-ാം ലോകയുദ്ധ സമയത്ത് ജപ്പാൻ അമേരിക്കൻ ഐക്യനാടുകളുടെ പേൾ ഹാർബർ ആക്രമിച്ചു. 2-ാം ലോക മഹായുദ്ധ സമയത്ത് ഈ ജപ്പാന് അമേരിക്കൻ ഐക്യനാടുകളുടെ പേൾ ഹാർബർ അങ്ങ് ആക്രമിച്ചു. ദീസ് ലെഡ് ദ USA ടു ഡ്രോപ്പ് ആറ്റം ബോംബ് ഓൺ ഹിരോഷിമ ആൻഡ് നാഗസാക്കി ഇൻ ജപ്പാൻ. ഇത് അമേരിക്കൻ ഐക്യനാടുകൾ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബുകൾ വർഷിക്കുന്നതിന് കാരണമായി. ആ 3 പോയിന്റുകൾ നമ്മൾ പഠിക്കുന്നത് സാമ്രാജ്യ രൂപീകരണമാണേ. അടുത്തത് നോക്കിയേ, ജപ്പാൻ devastated in Second World War rapidly returned to the path of progress. These constructions was described as the post-war miracles. 2-ാം ലോക യുദ്ധത്തിൽ തകർന്നുപോയ ജപ്പാൻ പുരോഗതിയുടെ പാതയിലേക്ക് തിരിച്ചെത്തി. ഇത് യുദ്ധാനന്തര അത്ഭുതം എന്ന് വിശേഷിക്കപ്പെട്ടു. 1970 ജപ്പാൻ എമേർജ്ഡ് ആസ് എ മേജർ എക്കണോമിക് പവർ ഇൻ ദ വേൾഡ്. 1970 ജപ്പാൻ ലോകത്തിലെ ഒരു പ്രധാന സാമ്പത്തിക ശക്തിയായിട്ട് തന്നെ ഉയർന്നു വന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇത് നമ്മൾ മറ്റേ സാധാരണ പഠിക്കുന്ന പോലെ ഒരു ചാപ്റ്റർ അല്ല കുഞ്ഞുങ്ങളെ കേട്ടോ. ഇത് ഇച്ചിരി നിങ്ങൾ 6-ാം ക്ലാസ് ആണെങ്കിൽ തന്നെ ഇച്ചിരി ആഴത്തിൽ ഇറങ്ങി പഠിക്കാനുള്ളതാണ്. ആദ്യത്തെ ഒക്കെ 1 വേർഡ്, നിങ്ങൾ ഇതിൽ കൂടുതലും ഉണ്ടല്ലോ ക്വസ്റ്റ്യൻ ആൻസർ വലുത് പഠിക്കുന്നതിലും ഉപരി ഈ 1 വേർഡായിട്ടുള്ളത് അങ്ങ് പഠിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? 1 വേർഡായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടിക്കറ്റ് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ്ടേ 1870-72 ടോക്കിയോയ്ക്കും യോക്കോഹാമ, ഈ പേരൊക്കെയാണ് പഠിക്കേണ്ടത്. അതിനും തുറമുഖത്തിനും ഇടയിൽ ജപ്പാനിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ചു. ഇങ്ങനെയൊക്കെയുള്ള മെയിൻ പോയിന്റുകൾ ആദ്യമേ അങ്ങ് പഠിക്കുക കേട്ടോ. ഇതിനകത്തിലെല്ലാം ഞാൻ ടിക്കറ്റ് തന്നിട്ടുണ്ട്. അവിടുത്തെ വിദ്യാഭ്യാസം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നിർബന്ധമാക്കിയായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെയുള്ള പുതിയ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഞാൻ ടിക്കറ്റ് എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ പ്രദേശങ്ങളിൽ നിയന്ത്രണം ഡെയ്മിയോ എന്നറിയപ്പെട്ടിരുന്ന പ്രഭുക്കന്മാരുടെ ഭരണത്തിൽ, ഇവരുടെ പ്രഭുക്കന്മാരുടെയൊക്കെ ഉണ്ടോ ഈ ഡെയ്മിയോ എന്ന് വെച്ചാൽ എന്തോന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ അറിയണം. ഒരു നീല ബോക്സ് നമ്മുടെ ടെസ്റ്റിന് താഴെ അടിച്ചു വെച്ചിട്ടുണ്ട് ഡെയ്മിയോ കേട്ടോ. അതൊക്കെ എന്താ ഓരോ മാർക്കിനൊക്കെ. കൊജിക്കി എന്താണ്, ഷിൻഡോയിസം എന്താണ്, സുഷി എന്താണ്, അതെല്ലാം ആദ്യമേ അങ്ങ് പഠിക്കണം. ഫസ്റ്റ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ അതാണ് ആദ്യമേ പഠിക്കേണ്ടത്. എന്നിട്ട് വലിയ വലിയ ക്വസ്റ്റ്യൻ ആൻസറുകളായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ തീർന്നു കുഞ്ഞുങ്ങളെ. നമ്മുടെ ഇതുവരെയുള്ള എല്ലാ ചാപ്റ്ററും ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിലെ 1 വേർഡ് ക്വസ്റ്റ്യൻ ഞാൻ തരാം കേട്ടോ. നമ്മൾ ഈ ലാസ്റ്റിലത്തെ 2-3 ചാപ്റ്ററിൻ്റെ 1 വേർഡ് നമുക്ക് ആനുവൽ എക്സാമിന് വേണ്ടത്. നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവർക്കറിയാം ഓരോ ചാപ്റ്ററിൻ്റെയും 1 വേർഡ് ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. അപ്പം നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ ചെയ്യണേ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് പഠിക്കുക കേട്ടോ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.